ഒരു ഭാവനയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഏറ്റവും എളുപ്പമുള്ള ഒരു പിടിവള്ളിയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മതഭീകരതയോടുള്ള പ്രീണനം. എന്നാലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ മതഭീകരർ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് അവർക്കറിയാം. എന്ത് തെമ്മാടിത്തവും ചെയ്യാം. അതാണ് ഇന്ത്യയെ ഈ രൂപത്തിൽ ഒരു ക്രിമിനലുകളുടെ ഈറ്റില്ലമാക്കി മാറ്റിയതിന് പിന്നില് അവര് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്. ഷംസീറിന്റെ ഗണപതി വിവാദം നമ്മൾ കണ്ടില്ലേ? എത്ര പേര് സംസാരിച്ചു, എത്ര പേര് അതിനെതിരെ പ്രതികരിച്ചു. ഷംസീർ വന്ന് ചാനലുകളിലിരുന്ന് ഇസ്ലാമിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും പ്രവാചക ചര്യയെ കുറിച്ചും ഘോരം സംസാരിക്കുന്നത് കേട്ടവരാണ് നമ്മൾ. എന്നിട്ട് എതിർകക്ഷികൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ? നോമ്പിനെ കുറിച്ച്, നമസ്കാരത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്? എന്താ ഇയാൾ ഇസ്ലാം പണ്ഡിതനാണോ? ഒരു മുസ്ലിം പുരോഹിതൻ പോലും നാണിച്ചു നിൽക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ പ്രചാര വേലകൾക്കും ഈ നമ്മുടെ സ്പീക്കർ മുന്നിൽ നിന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ സുകുമാരൻ നായര് ഒരു ഹൂറി വിവാദം പറഞ്ഞു, വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നുന്നു. സുകുമാരൻ നായർ ഇനി ജീവിതത്തിൽ ഒരു സേവനവും ഈ ലോകത്തിന് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരൊറ്റ വിഷയം മതിയാകും സുകുമാരൻ നായർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സ്വത്തായിട്ട്. കാരണം മറ്റാരും പറയാൻ മടിക്കുന്ന, വിമർശിക്കാൻ ഭയക്കുന്ന വിഷയമാണ് അദ്ദേഹം ചോദിച്ചത്. ആരടാ സ്വർഗത്തിൽ പോയിട്ട് വന്ന? നിസ്സാരമായിട്ട്, വളരെ ലളിതമായിട്ട്, എന്നാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും. ബാലൻസിങ് ചെയ്ത് പ്രതികരിക്കുന്ന ഒരുപാട് യുക്തിവാദികളായ സ്വതന്ത്ര ചിന്തകരായ ആളുകളെ പോലും മിത്ത് വിവാദത്തിലും സ്വർഗ വിവാദത്തിലും കണ്ടവരാണ് നമ്മൾ. കാഞ്ഞങ്ങാട് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര പേര് പ്രതികരിച്ചു? ഇതാണ് എന്റെ ആശയം, എന്റെ രാഷ്ട്രീയം, എന്റെ ശൈലി, എന്റെ രീതി, എന്റെ മതം. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന മതവും രാഷ്ട്രീയവും കൂടിക്കലർന്ന ഇത്തരം ആളുകളിൽ നമ്മൾ കാണുന്നത്. ചുരുക്കത്തില് എല്ലാം ഞാൻ, എന്റേത്, ഞമ്മന്റേത്, ഇത് മാത്രമാണ് ശരി. ശരിയായ ഒരു സ്വതന്ത്ര ചിന്തകര് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല. അവര് പോലും പറയുന്നത് എന്നെ മാത്രമേ അംഗീകരിക്കാവൂ, മറ്റവരെല്ലാം ചാണകത്തിൽ ചാരി നിന്നിട്ട് ലാഭം കൊയ്യുന്നവരാണ്, ഞാൻ മാത്രമാണ് ശരിയായ യുക്തിവാദി. പക്ഷേ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഞാൻ മിണ്ടില്ല, കാരണം ഞാനൊരു കമ്മിയാണല്ലോ. അഭിമന്യുവിന്റെ മരണത്തിൽ ഞാൻ മിണ്ടില്ല, കാരണം ഞാനൊരു കമ്മിയാണല്ലോ. നമ്മുടെ സ്പീക്കർ പറഞ്ഞ വിഷയത്തിൽ ഞാൻ മിണ്ടില്ല, ഞാനൊരു കമ്മിയാണല്ലോ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അടുത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആശയമുണ്ട്, നിലപാടുണ്ട്, അതിനൊപ്പിച്ച് നിൽക്കാൻ പറ്റും. ഒരു സ്വതന്ത്ര ചിന്തകരെ അത് പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെ പല ആളുകളുടെയും വിമർശനം, അവര് പറയുന്നു സേവനമാണെന്ന്. എന്തേ ഈ സേവനം? മുസ്ലിം സമൂഹത്തിന് വേണ്ടേ? മുസ്ലിം സമുദായത്തിന്റെ തെറ്റുകൾ വിളിച്ചു പറഞ്ഞ് അവരെ ശരിയാക്കാനും കൂടി ഒരു ദൗത്യം അവർക്കില്ലേ? എല്ലാവർക്കും ബിസിനസ്സും ലാഭവും രാഷ്ട്രീയമായ താല്പര്യങ്ങളും പോപ്പുലാരിറ്റിയുമാണ് പ്രധാനമെന്ന് പറയുമ്പോൾ മുസ്ലിം ഭീകരരെ പ്രീണിപ്പിക്കുന്ന നയത്തെ കൊണ്ട് എന്തുകൊണ്ടാണ് സ്വാർത്ഥ താല്പര്യമാണെന്ന് മനസ്സിലാക്കാത്തത്? ഇത് ഔചിത്യ ബോധത്തോടുകൂടി നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മാത്രമേ നമുക്ക് സെലക്റ്റീവായ വിഷയങ്ങൾ മാത്രം അന്ത്യ ചർച്ചയ്ക്ക് എടുക്കുന്ന ചാനലുകാരെ കുറിച്ചും ഈ മാധ്യമ മേലാളന്മാരെ കുറിച്ചും മനസ്സിലാവും. അതായത് പ്രത്യേകിച്ച് ചില പ്രത്യേക അക്രമ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, അതിനേക്കാൾ തീവ്രതയുള്ള ഇസ്ലാം മത തീവ്രവാദികളുണ്ട്. നമുക്ക് നോക്കാം. ഷംസീർ, ഗണപതി, പോപ്പുലർ ഫ്രണ്ട്, അബ്ദുൽ നാസർ മദനി, SDPI, കാശ്മീർ വിഷയം, ലക്ഷദ്വീപ് വിഷയം, മുത്തലാഖ് വിഷയം, ഏക സിവിൽ കോഡ് വിഷയം, ബഹുഭാര്യത്വ വിഷയം. എന്തേ ഈ വിഷയത്തിലൊക്കെ മൗനികളാകുന്ന ആളുകളെ അടിവരെ ഇട്ടുവെച്ചോ? ഷാരൂഖ് സൈഫിയുടെ വിഷയം മൗനമാണ്. ഒരു ഡൊമിനിക് മാർട്ടിൻ സംറ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടത്തി, മൗനമായിരുന്നു. ഇതുപോലെ ഇവർ മൗനികളായിരിക്കുമ്പോൾ വേട്ടക്കാരാരാണ് എന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോ നമ്മുടെ
പൂഞ്ഞാർ വിഷയത്തിൽ വരെ അവസാനം സംഭവിച്ചതും മുസ്ലിം പ്രീണനത്തിന്റെ സൂപ്പർലേറ്റീവ് വേർഷനാണ്. നൂപുർ ശർമ്മയുടെ വിഷയത്തിൽ നമുക്കറിയാം, എതിർഭാഗത്തിരുന്ന തസ്ലീം അഹമ്മദ് റഹ്മാനി, അയാൾക്ക് ഹിന്ദുത്വ വിമർശനം നടത്താം, അയാൾക്ക് ഗണപതിയെ പറയാം, ശിവലിംഗത്തെ അയാൾക്ക് പറയാം. നിങ്ങളൊരു കല്ലിനെ കണ്ടാലും ശിവലിംഗമാണെന്ന് വിചാരിച്ച പറയാം. പക്ഷേ അയാളുടെ നബിയെ പറഞ്ഞാൽ പാകിസ്ഥാൻ വരെ ഇടപെടും, താലിബാനികൾ വരെ പറയും മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നത് ഇന്ത്യക്ക് നല്ലതല്ല, ഇന്ത്യ പോടാമുല്ലേ എന്ന് പറഞ്ഞു. അത് വേറെ. ഷംസീറിന് ഗണപതി നിന്ന് നടത്താം, ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചു കൂടെ നിർത്താം, എന്നിട്ട് അവരെ കലാപത്തിലേക്ക് ഇറക്കി വിടാം. പക്ഷേ നൂപുർ ശർമ്മ പ്രതികരിക്കരുത്. അതുപോലെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് ഒരാളും ഇവിടെ പ്രതികരിക്കരുത്, ഹൂറികളെ കുറിച്ച് സംസാരിക്കരുത്. സുകുമാരൻ നായർ പ്രതികരിച്ചത് ശരിയല്ല. തസ്ലീം അഹമ്മദ് റഹ്മാനിയോടുള്ള നൂപുർ ശർമ്മയുടെ ചോദ്യം ശരിയല്ല, ഇത് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ അവൻ സംഖ്യയാണ്. രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ അവൻ സംഖ്യ. എതിർഭാഗത്ത് നിൽക്കുന്ന മുസ്ലിം വേട്ടക്കാർക്കെതിരെ സംസാരിച്ചാൽ അവർ സംഖ്യ. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിസ്റ്റുകള് എങ്ങനെ വേണമെങ്കിലും വിമർശിച്ചോട്ടെ, പക്ഷേ തിരിച്ചു വേണ്ട. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അടിക്കാനുള്ള ഒരു വടിയായി അവർ ഇസ്ലാം മതവിശ്വാസികൾ എടുത്തിട്ടുണ്ട് പല വിഷയങ്ങളും. പക്ഷേ ഇസ്ലാം മതത്തെ ഒന്ന് തൊട്ടു നോക്കിക്കേ. വീണ്ടും പറയുന്നു ബൈജു, ഒരു മുസ്ലിം ആരാധനാലയത്തിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ സിദ്ധാർത്ഥന്റെ ഭാഗത്ത് ഒരു മുസ്ലിം വിദ്യാർത്ഥിയും എതിർഭാഗത്തുള്ളത് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാരുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നോക്ക്. നബിയുടെ കല്യാണം, ബുറാഖ് യാത്ര, ഭൂമിയുടെ പരപ്പ് തുടങ്ങിയ ഇസ്ലാമിക വിമർശനം നൂപുർ ശർമ്മ നടത്തരുത്. ചന്ദ്രനെ പിളർത്തിയതും ചന്ദ്രനെ ഇവിടെ ഇരുന്ന് പിളർത്തിയതും ബ്ലൂടൂത്ത് സിസ്റ്റം വെച്ചിട്ട് അതൊന്നും പറയരുത്. ഞങ്ങൾ ചന്ദ്രനെയും പിളർത്തും, സൂര്യനെ പിളർത്തണം താല്പര്യമുണ്ട്, പക്ഷെ ചൂടുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തോണ്ടാ. ഞങ്ങൾ വേണമെങ്കിൽ പിന്നീട് നോക്കാം. ഇപ്പോ ഹമാസ് വിഷയം തന്നെ നോക്ക്, എത്ര പേര് പ്രതികരിച്ചു ഈ വിഷയത്തെ സംബന്ധിച്ച്. ഇപ്പോ നോമ്പാണ്, ഞങ്ങൾക്ക് വെടിനിർത്തണം. വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയിരിക്കുവാണ് ഇന്ന് ഹമാസ് നേതാക്കൾ. ഇനി ഈ നോമ്പ് കാലത്ത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാണ്. നോമ്പിന് ഹമാസ് ഭീകരർക്ക് കുറെ തലയില്ലാത്ത ഉടലുകൾ വേണം, കുറെ മാതാപിതാക്കളില്ലാതെ കരയുന്ന മക്കൾ വേണം, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ. ഇനി ഇത് നാച്ചുറൽ ആയിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പെയിന്റ് ഒക്കെ അടിച്ച് ബൊമ്മയൊക്കെ ആയിട്ട് അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കും. എന്തിനാണ്? ഈ ചിത്രങ്ങളുമായി ഈ വിഷ്വലുകളുമായിട്ട് ചെന്നിട്ട് വേണം ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് ഇവരുടെ ഭീകരതയ്ക്ക് വേണ്ടി കുറെ പണം ഉണ്ടാക്കാൻ. കാരണം നോമ്പ് മാസമാണ്. ഈ കേരളത്തിൽ നിന്ന് വരെ പലസ്തീനിലേക്ക് ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളും സക്കാത്തിന്റെ ഫണ്ടുകളും എത്തും. ആലോചിക്കണം, ഇതൊക്കെ ഇസ്ലാം മത ഭീകരതയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഇത് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല, പറയാൻ പാടില്ല. ഇപ്പൊ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയണ്ട, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞു, കുഴപ്പമില്ല. ആദ്യം വിമർശനത്തിന് ആരാണോ തുടക്കം കുറിക്കുന്നത്, അതായത് ആദ്യം പോയി ചൊറിയും, പിന്നീടാണ് മാന്തിപ്പൊളിക്കൽ കിട്ടുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ബാക്കി വിഷയങ്ങൾ എടുക്കാം. ഒരു വിഭാഗം ചാണകക്കുഴിയിലും മറുവിഭാഗം സെപ്റ്റിക് ടാങ്കിലുമാണ് എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കണം. ചാണകമാണോ സെപ്റ്റിക് ടാങ്ക് ആണോ മേന്മ എന്നിവര് ചിന്തിക്കണം. ഞാൻ ചാണകത്തെ ചാരി നിൽക്കുന്നതല്ല, ഇവര് ചിലപ്പോ നാളെ അത് പറയും, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഒരു കാവി ഉടുത്തവനോ ഒരു പൊട്ടു തൊട്ടവനോ ഒരു ലോഹയിട്ട അതുപോലെയുള്ള നാമധാരിയോ ആയിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഇന്ന് നിന്ന് കത്തുമായിരുന്നു. മതങ്ങളെ വിമർശിക്കണം, രാഷ്ട്രീയത്തെ വിമർശിക്കണം. ഇപ്പോ നമ്മുടെ ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാ? നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഒരിക്കലും തന്നെ വിമർശിച്ചവർക്കെതിരെയോ അതല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി കത്തിയും തേച്ച് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചവർക്കെതിരെയോ ഭീഷണിപ്പെടുത്തിയ ആളുകൾക്കെതിരെയോ ഒന്നും കേസെടുത്തിട്ടില്ല. നിങ്ങൾ കൊല്ലാൻ നോക്ക്, ഞാൻ ജീവിക്കാൻ വേണ്ടി നോക്കാം. എനിക്ക് കൊല്ലുന്നവരുടെ ലിസ്റ്റ് എടുക്കാനുള്ള സമയമില്ല, എനിക്ക് എന്റെ രാജ്യത്തെ സേവിക്കാനുണ്ട്. 6 ദിവസം കൊണ്ട് 12ഓളം സംസ്ഥാനങ്ങൾ എനിക്ക് സന്ദർശിക്കാനുണ്ട്, എനിക്ക് എന്റെ രാജ്യത്തെ സേവിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മതത്തിനകത്ത് നിന്നിട്ട്
കമ്മ്യൂണിസത്തെ ന്യായീകരിക്കാൻ മാത്രമേ ഇവർക്ക് പറ്റൂ. അതുകൊണ്ട് അതിൽ തൊട്ട് കളിച്ചാൽ ചാപ്പയടി വരും. സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ഓരോ വ്യക്തികൾക്കും നമ്മുടേതായിട്ടുള്ള ഔചിത്യ ബോധമുണ്ട്. അതിന് നമ്മള് വേരിന് തളം വയ്ക്കണം. അതല്ലാതെ തലയ്ക്ക് തളം വെച്ചിട്ട് കാര്യമില്ല. മൂട്ടിലാണ് ചികിത്സ വെക്കേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ചാപ്പയടിച്ച് അതിന്റെ അതോറിറ്റി ഞാനാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. എതിർഭാഗത്ത് വരുന്നത് സംഖ്യകളാണെങ്കിൽ, ക്രിസംഖ്യകളാണെങ്കിൽ അവരെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തില് പ്രധാനമായും ഉള്ളത് ആ ഡാൻസ് കളിച്ചതും തട്ടമിട്ട പെൺകുട്ടികളുമാണ്. അവരെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. സിദ്ധാർത്ഥനെ പോലെ ഇനി ഒരു കുട്ടിയും ഈ ക്യാമ്പസിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്. പറയാം. മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന, അതല്ലെങ്കിൽ മടിക്കുന്ന, പൂഴ്ത്തിവെക്കുന്ന വാർത്തകൾ തന്നെയാണ് ചൊറിയാതെ വയ്യൽ എന്നും എല്ലാ ദിവസവും നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പങ്കാളിത്തം കൂടി നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. കാരണം മറ്റ് പത്ര ദൃശ്യമാധ്യമങ്ങളെ പോലെ അല്ല നമ്മൾ പത്രദൃശ്യം അത്തരത്തിലുള്ള പ്രമുഖ എന്ന വാക്കിൽ ഉൾപ്പെടുന്ന ആ പത്രമാധ്യമങ്ങളെ ഉൾപ്പെടുത്താതെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജാമിത ടീച്ചർ ആയാലും ഞാനായാലും ഏത് രീതിയിലാണ് നമ്മുടെയൊക്കെ ചാനലുകൾ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് രാഷ്ട്രീയമായാലും മതമായാലും സാംസ്കാരികമായാലും സാമൂഹികമായാലും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ചൊറിയാതെ വയ്യൽ ഉൾപ്പെടുത്തുന്ന നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ നമ്മൾക്ക് വലിയ ഒരു ഉപകാരം തന്നെയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടീച്ചറുടെ ചാനലിലായാലും എന്റെ ചാനലിലായാലും അതുപോലെ വിപിൻ ലാലായാലും സിജോയുടെ ചാനലായാലും ഈ 4 ചാനലിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ട്. അതാത് ദിവസം ചൊറിയാതെ വയ്യയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അത് ഏകദേശം 2 മണിക്ക് മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാം. ഈ 2 അല്ലെങ്കിൽ 3 മണിക്ക് മുൻപ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സെഷൻസ് ഗംഭീരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ സെക്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ചാനലായാലും ടീച്ചറുടെ ചാനലായാലും അത്തരത്തിൽ നാളെ ഗംഭീരമായിട്ടുള്ള മറ്റൊരു വിഷയം കൂടെ സെലക്ട് ചെയ്യാം. ഈ ഇസ്ലാമിക തീവ്രവാദവും അതുണ്ടാക്കുന്ന ഭീതിയും ഉണ്ടല്ലോ, ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇന്ന് പ്രതിരോധം ഏർപ്പെടുത്താൻ നരേന്ദ്രമോദിക്കും BJPക്കും മാത്രമേ കഴിയൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ കാരണം ഇതിനു മുമ്പ് മാറി മാറി വന്ന സർക്കാരുകൾ പോട്ടെ, എന്താണ് നമ്മുടെ ഗണ്ഡി കുടുംബം ഈ രാജ്യത്തോട് ചെയ്തതെന്ന് നമുക്കറിയാം. പ്രീണിപ്പിച്ച് ഒടുവിൽ രാജ്യത്തെ പോലും അവർക്ക് തീരെഴുതി കൊടുക്കും എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. മുസ്ലിങ്ങളുടെ ഈ മത തീവ്രത സ്വന്തം മത നിയമങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ഈ ഒരു അപരവൽക്കരണമുണ്ടല്ലോ, വേഷമായാലും ഭാഷയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതിനെല്ലാത്തിനും ഇവർക്കൊരു മതമയം കൊണ്ടുവരുവാണ് ഇവര്. നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയുടെ സംരക്ഷണം കൃത്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ അനുകൂലിക്കുന്നത്. കോൺഗ്രസിന്റെ അഴിമതി രാഷ്ട്രീയത്തോടുള്ള മാറി മാറി വന്ന പല വിഷയങ്ങളിലുമുള്ള വെറുപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ്, ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന മറ്റു പാർട്ടികളുടെ നിലപാടിലുള്ള പ്രതിഷേധം കണ്ടു മടുത്തത് കൊണ്ടാണ്. മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ നമുക്കറിയാം, സംഘടിത മതങ്ങളിൽ വിമർശനം നടത്താൻ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുട്ടുവിറയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സംഘടിതമായ വിലപേശലിൽ കൂടി അവരുണ്ടാക്കുന്നു എന്ന് കരുതുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശക്തിയിൽ ലോകം ഭയക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ ദേശവിരുദ്ധമായ നയങ്ങളോടുള്ള പ്രതിഷേധം നമ്മൾ ഈ രൂപത്തിലെങ്കിലും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോ ഇസ്ലാം മത പ്രീണനത്തിന്റെ ഏറ്റവും പുതിയ വേർഷനിലേക്ക് നമ്മുടെ നാട് കടക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടക്കുമ്പോൾ, ഇതിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം നരേന്ദ്രമോദിയെ 4 തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടോ കുറെ ട്രോളുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നയത്തെയും ഏത് പദ്ധതിയെയും ഏത് നിലപാടിനെയും കണ്ണും പൂട്ടി എതിർത്തത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് മാറ്റം ഉണ്ടാകില്ല. അങ്ങനെ ചെയ്താൽ വീണ്ടും വീണ്ടും
നമ്മൾ ഈ മേൽ പറഞ്ഞ കാരണങ്ങളൊക്കെ ശക്തിപ്പെടുകയും മത തീവ്രത വീണ്ടും നമ്മുടെ നാട്ടിനെ രൂക്ഷമായി പിടിച്ചു കുലുക്കുകയും ചെയ്യും. അതുകൊണ്ട് തുറന്ന ചർച്ചകൾ ഉണ്ടാകണം, സംവാദങ്ങൾ ഉണ്ടാകണം, ചരിത്രപരമായ അന്വേഷണ ത്വരകളും പഠനങ്ങളും ഉണ്ടാകണം, ശാസ്ത്രബോധം ഉണ്ടാകണം, ഗോത്രീയമായ മതചിന്തയിൽ നിന്നും മുക്തി ഉണ്ടാകണം, സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ അവലോകനം ചെയ്യാനും ചർച്ച ചെയ്യാനും ജനങ്ങളിലേക്ക് അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിലൂന്നി നിന്നുകൊണ്ട് ജനഹിതം മാനിച്ച് നമുക്ക് ആ വിഷയം തുറന്നു പറയാനും കഴിയാൻ നമുക്ക് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയേ തീരൂ. നീ ഉണ്ടില്ലെങ്കിലും നിന്റെ അയൽക്കാരനെ, അല്ലെങ്കിൽ നീ ഉടുത്തില്ലെങ്കിലും നിന്റെ അയൽക്കാരനെ ഊട്ടണം, ഉടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹത് വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടുള്ള മഹത് വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നിന്റെ അയൽക്കാരനോട് ക്രൂരതയോടുകൂടി, അതല്ലെങ്കിൽ അവനെ ഭീകരമായിട്ട് അവനെ തീർക്കുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മഹത് വചനവും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ഏത് വചനം കൊള്ളണം, ഏത് വചനം തള്ളണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇവിടത്തെ ഈ മതമുണ്ടല്ലോ, അതായത് ഇരയുടെ മതവും രാഷ്ട്രീയത്തിന്റെ ആ രാഷ്ട്രീയക്കാരന്റെ മതവും, ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരനായാലും ഇരയായാലും മതം എന്ന് പറയുന്ന ഈ ഘടകം ഇവിടെ ഉൾപ്പെടുന്നത് കൊണ്ട് ഈ മതത്തിന്റെ മൂന്നാമത് പറഞ്ഞിട്ടുള്ള നിന്റെ അയൽക്കാരനോട് ക്രൂരതയോടുകൂടി അതല്ലെങ്കിൽ ബീഭത്സമായി തന്നെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ആ സിസ്റ്റം ഇനിയും ഇവിടെ വേണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഓരോ മലയാളിയുടെയും, പ്രത്യേകിച്ച് മലയാളിയുടെ എന്ന് എടുത്തു പറയുന്നത് ഇന്ന് കേരളം അൽക്കേരളമായിരിക്കുന്ന ഈ നാളുകളിൽ ഓരോ മലയാളിയും മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, തലച്ചോർ തുറന്ന് ചിന്തിക്കേണ്ട നാളുകൾ അതിവിദൂരമായിരിക്കുന്നു. ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്കും ഇതുപോലെയുള്ള സിദ്ധാർത്ഥമാരെ സൃഷ്ടിച്ചു തരാൻ മാത്രമേ ഈ സമൂഹം നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്യുകയുള്ളൂ എന്നത് നീ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ സെഷൻ ഗംഭീരമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ചൊറിയാതെ വയ്യ നാളെ വീണ്ടും 8 മണിക്ക് നിങ്ങളുടെ മുൻപിൽ വരും. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി പ്രേക്ഷകരിലേക്ക് ഇടുകയാണ്. തൽക്കാലം നാളത്തെ 8 മണി വരെ നമ്മുടെ ചൊറിയാതെ വയ്യ വരുന്നത് വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ശുഭരാത്രി.